ഹലോ മക്കളെ, ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ധാരാളം മെസ്സേജസ് കിട്ടുന്നുണ്ട്. കുട്ടികൾ എന്താ പറയുക, വളരെ അധികം പരിഭ്രമിച്ചിരിക്കുകയാണ്. അതായത് ഇനി ഫിസിക്സ് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എവിടുന്നാ തുടങ്ങേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നറിയില്ല. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് കോൺഫിഡൻസ് തരാനുള്ള വീഡിയോ ആണിത്. അതായത് ഇതിപ്പോൾ എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഈ സിലബസ് ഇപ്പോൾ നമ്മളുടെയൊക്കെ കയ്യിൽ കിട്ടിയിട്ട് നേരത്തെ ആയി. അപ്പം ഞാനിപ്പോൾ അതങ്ങ് പ്രിൻ്റ് എടുത്തു. അതായത് ഒരു 15 പേജുണ്ട്. ഇത് നമ്മളെന്താണെന്നോ, ഈ സിമ്പിളായിട്ടുള്ള കാര്യത്തെ വളരെ അധികം നിങ്ങൾ കോംപ്ലക്സ് ആക്കരുത്, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ തന്നെ നിങ്ങൾ സിമ്പിളായിട്ട് കാണാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതാ. അപ്പോൾ ഇത് എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് 20 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 20 യൂണിറ്റ് ഡിവൈഡ് ചെയ്തു. പക്ഷേ ഇത് നിങ്ങൾക്ക് അധികം സമയമില്ലാതെ തന്നെ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. 15 പേജാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഇതേപോലെ നിങ്ങളങ്ങ് പ്രിൻ്റ് എടുക്കുക. ഈ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്താ, ഓരോ യൂണിറ്റിലും നിങ്ങൾ ഇപ്പോൾ എന്താ, ഫിസിക്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഇങ്ങനെ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അവിടെയൊന്നും നിങ്ങൾക്ക് അധികമൊന്നും പഠിക്കാനില്ല. അതായത് ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വരാവുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റോ അല്ലെങ്കിൽ ഡയമെൻഷനോ നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ ഈ യൂണിറ്റ്സ് ആണെങ്കിലും ഡയമെൻഷൻ ആണെങ്കിലും നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ പഠിച്ച കംപ്ലീറ്റ് സിലബസിൽ നിങ്ങൾ പഠിച്ച ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റോ ഡയമെൻഷനോ ചോദിക്കാം. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എറേഴ്സ്, എന്താ പറയുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, അങ്ങനെ 1-2 പോയിൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് അറിയാനുള്ളൂ. അത് മനസ്സിലാക്കാൻ ഒരു 10 മിനിറ്റ് മതി. ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ യൂണിറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. പിന്നെന്താണെന്നറിയോ, കൈനമാറ്റിക്സിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ഇക്വേഷൻസ് ഓഫ് മോഷൻ, 1 ഡയമെൻഷണൽ മോഷനിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അത് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്കറിയാം. പിന്നെ പ്രൊജക്ടൈൽസ്, ഈ പ്രൊജക്ടൈൽസ് അതുപോലെ തന്നെ വെക്ടേഴ്സ്, ഈ വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ, ഡിറക്ഷൻ കാണാൻ, അതുപോലെ തന്നെ പ്രൊജക്ടൈൽസിൻ്റെ എന്താ ഒരു 3 ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഇതിൻ്റെയൊക്കെ ഫോർമുല, അങ്ങനെ ചില്ലറ കാര്യങ്ങളെ അതിനകത്ത് പഠിക്കാനുള്ളൂ. ഇനി സർക്കുലർ മോഷനിലാണെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, v=ω_r, പിന്നെന്താ ആക്സിലറേഷൻ പറഞ്ഞാൽ v²/r = ω²r. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ 2 യൂണിറ്റ് കവർ ചെയ്തു. കൈനമാറ്റിക്സും കവർ ചെയ്തു, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, എന്താ ഫിസിക്സ് ആൻഡ് മെഷർമെൻറ്റ്സിലുള്ള യൂണിറ്റും കവർ ചെയ്തു. പിന്നെയുള്ളത് ലോസ് ഓഫ് മോഷൻ. ഈ ലോസ് ഓഫ് മോഷനിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ? അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, അതിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന്. അതായത് ഈ പലപ്പോഴും എന്താണെന്നറിയോ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിനൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുറേ പുള്ളി കോമ്പിനേഷൻസ്, പിന്നെ കണക്റ്റഡ് ബോഡീസ്, നിങ്ങളൊരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ. അതിനകത്തൊക്കെ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള എത്രമാത്രം ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ അതായത് ഇപ്പോൾ എന്താണെന്നോ, പ്രോബ്ലംസിൻ്റെ എണ്ണം തന്നെ ഈ നീറ്റിന് പൊതുവിൽ കുറവാണ്. ഇനി അഥവാ ഈ പ്രോബ്ലംസ് ചോദിക്കുന്ന പ്രോബ്ലംസ് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസ് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്നതും ഈ എക്സാമിന് പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം മാത്സിൽ 3 യൂണിറ്റാണ് ഉള്ളത്. ഫസ്റ്റ് ആൾജിബ്ര, അത് കഴിഞ്ഞ് ട്രിഗണോമെട്രി, അത് കഴിഞ്ഞ് ജോമെട്രി. അപ്പോൾ ഇത് നമ്മൾ ഈ ആദ്യത്തെ ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കും, നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് പാട്ടിൻ്റെ ആദ്യത്തെ വരികൾ എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ പാട്ട് ഫുള്ള് പാടാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതേപോലെ ഈ ആദ്യത്തെ പാർട്ട് നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് എന്താ പറയുക, പഠിപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് ആൾജിബ്രയുണ്ട്, അതുപോലെ തന്നെ ട്രിഗണോമെട്രി ഉണ്ട്. ഈ 3ാമത്തെ പാർട്ട് ജോമെട്രിയാണ്. അത് ഈ പലപ്പോഴും എന്താണെന്നറിയാം, ഇപ്പോൾ ഈ ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്ക് താല്പര്യമുള്ള ചില ടോപ്പിക്സ് ഉണ്ടാവും, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. ഇനി അവർക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും, അത് അവസാനം അങ്ങ് ഓടിച്ചു വിടും. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഈ നമുക്ക് താല്പര്യമുള്ളതും ഇല്ലാത്തതിൽ നിന്നൊക്കെ ഒരേപോലെ ചോദ്യങ്ങൾ വന്നേക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ മാർക്കുമാണ്. അപ്പം ഞാൻ ഈ ട്രിഗണോമെട്രിയും അതുപോലെ തന്നെ ആൾജിബ്രയും നന്നായിട്ട് പഠിച്ചു. എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും എന്നൊക്കെ അന്ന് തോന്നിയിരുന്നു. പക്ഷേ ആ തോന്നലൊന്നും ശരിയല്ലെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ പഠിച്ചു. ഈ ആൾജിബ്രയിൽ നിന്ന് 30 മാർക്കിനും
ട്രിഗണോമെട്രിയിൽ നിന്ന് 20 മാർക്കിനും ജോമെട്രിയിൽ നിന്ന് 10 മാർക്കിനോ ചോദ്യം വരും. എനിക്കിപ്പോഴും അത് ശരിക്കും ഓർമ്മയുണ്ട്. അപ്പോൾ പരീക്ഷ തുടങ്ങി ആൾജിബ്രയിൽ ഫുള്ള് ആവശ്യത്തിലധികം ചെയ്തു. കാരണം ചോയ്സസ് ഉണ്ട്. പക്ഷേ ചോയ്സ് ഉണ്ടെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും 30 മാർക്കിൽ കൂടുതൽ അവിടെ ചാൻസ് ഇല്ല. ട്രിഗണോമെട്രിയിൽ 20 മാർക്കിന് വേണ്ടതിലധികം ചെയ്തു. പക്ഷേ ജോമെട്രി എനിക്ക് ഒന്നും അറിയില്ല, ഞാനൊന്നും പഠിച്ചിട്ടുമില്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ 50 മാർക്ക്, 10 മാർക്ക് വൃത്തിക്ക് അങ്ങ് പോയി. അപ്പോൾ ഈ ആൾജിബ്രയും അതുപോലെ തന്നെ ട്രിഗണോമെട്രിയും എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ആൻസർ കിട്ടുന്നതാകുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യം വരും. ഈ ആൻസർ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു. ആക്ച്വലി അതിൽ അത്രയധികമൊന്നും അത് പഠിക്കേണ്ട കാര്യമില്ല, പഠിച്ചിട്ടും കാര്യമില്ല. ആ സമയത്ത് അല്പമെങ്കിലും ഇത് പഠിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് 10 മാർക്ക് കൂടെ സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചാൻസ് ഉണ്ട്. അതിലെനിക്ക് മനസ്സിലായി എക്സാമിന് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ള ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിന് ഇത്രയൊന്നും എഫേർട്ട് എടുക്കണ്ട. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ വിവരം ഉണ്ടാവാനും നമ്മൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇനി എക്സാമിന് എന്തൊക്കെ വരും, എക്സാമിന് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പഠിത്തമാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് എത്ര വിവരമുണ്ടെന്നോ, നിങ്ങൾക്ക് സബ്ജക്റ്റ് എത്രമാത്രം അറിയാമെന്നോ അതൊന്നും ഈ പരീക്ഷ കഴിഞ്ഞ് ആർക്കും അറിയേണ്ടി വരില്ല. എല്ലാവരും നിങ്ങളോട് ചോദിക്കുന്നത് റാങ്ക് എത്ര, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ കിട്ടിയോ കിട്ടിയില്ലയോ, അത് മാത്രമേ അറിയേണ്ടതുള്ളൂ. അപ്പോൾ കിട്ടി എന്നാണെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ആളുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആളുണ്ടാവില്ല. അപ്പോൾ ഇതിൽ മുമ്പ് ഒരു കുട്ടി എൻ്റെ അടുത്ത്, അയാൾ പഠിച്ചത് IITക്കാണ്, IITയിലാണ് പഠിച്ചത്. പക്ഷേ എന്നാലും പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. സാറ് കുട്ടികളോട് എപ്പോഴും സിലബസ് നോക്കാൻ പറയണം. കാരണം എന്നോടൊരു എക്സാമ്പിൾ പറഞ്ഞത്, കെമിസ്ട്രിയിൽ സാറ് ഞങ്ങൾ കുറേ റിയാക്ഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സിലബസ് നോക്കുമ്പോൾ 2 റിയാക്ഷനേ ഉള്ളൂ അതിനകത്ത്. ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് റിയാക്ഷൻസ് കുറേ എണ്ണം ഉണ്ട്, അത് കുറേ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് സാർ പഠിപ്പിച്ചതായിരിക്കും. അപ്പോൾ അതിനകത്ത് പക്ഷേ സിലബസിൽ 2 റിയാക്ഷനേ ഉള്ളൂ. അതിൽ 1 റിയാക്ഷൻ കഴിഞ്ഞ തവണ ചോദിച്ചതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത റിയാക്ഷൻ ഇത്തവണ ചോദിക്കുന്നു. അത് ചോദിച്ചു. എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ സിലബസ് നോക്കിയത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കണം. സിലബസ് നോക്കിയിട്ട് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അതിൽ തന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവലിൽ ചോദിക്കേണ്ടതുണ്ട്, എത്രമാത്രം എത്രമാത്രം ടഫായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അപ്പോൾ സിലബസ് എടുക്കുക, അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തോളൂ. ഈ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഇതിനകത്ത് ടിക്ക് ചെയ്യുക. മനസ്സിലായില്ല? ഈ അറിയാത്ത കാര്യങ്ങൾ അത് ഇപ്പോൾ ഈ യൂണിറ്റ്സ് ഇപ്പോൾ 20 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അതിലിപ്പോൾ ഫിസിക്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, കൈനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ഇതൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല. പിന്നെ റൊട്ടേഷണൽ മോഷൻ പലർക്കും ബുദ്ധിമുട്ടാവും. പക്ഷേ ഈ റൊട്ടേഷണൽ മോഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഒന്നുകിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഏതെങ്കിലും ഇപ്പോൾ റിങ്ങിൻ്റെയോ ഡിസ്കിൻ്റെയോ അങ്ങനെ റെഗുലർ ബോഡീസിൻ്റെ വളരെ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഏതിൻ്റെങ്കിലും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അല്ലെങ്കിൽ നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, I1 ω1 = I2 ω2 വെച്ചിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ ചോദിക്കാറ്. അങ്ങനെ അതിനകത്ത് ആ യൂണിറ്റിലാകെ ഒരു 2-3 കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുപോലത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായി. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വറീഡ് ആവണ്ട. പിന്നെ അതിനകത്ത് ഗ്രാവിറ്റേഷൻ. ഈ ഗ്രാവിറ്റേഷൻ എന്താണെന്നറിയോ? ഗ്രാവിറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഗ്രാവിറ്റേഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനകത്ത് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവും. സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അതിൽ ചോദിക്കുന്നത് കെപ്ലേഴ്സ് ലോ, T² = R³. ഇതാണ് സാധാരണ ചോദിക്കാറ്. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷനും വേരിയേഷനും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ അവിടെ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി വേറൊന്നും നിങ്ങൾ അതിനകത്ത് അറിയാനില്ല. ഓക്കെ. പിന്നെയുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും തെർമൽ പ്രോപ്പർട്ടീസും ഒക്കെ അതിനകത്താണ് വരുന്നത്. അതിൽ എന്തൊക്കെയാണ് ചോദിക്കാറുള്ളത്?
അതിൽ നമ്മൾ എന്താ പറയുക, ഈ ഫ്ലൂയിഡ്സിലാണെങ്കിൽ മറ്റേ സ്റ്റോക്സ് ഫോർമുല, നമ്മളുടെ ടെർമിനൽ വെലോസിറ്റി, പിന്നെ നമ്മൾ ഡ്രോപ്പിൻ്റെയും ലിക്വിഡിൻ്റെയും പിന്നെ എനർജി, അത് എന്താ പറയുക സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട വർക്ക്, അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചോദിക്കാറുള്ളത്. അതും നിങ്ങൾ എന്താണെന്നോ ഒരു എന്താ പറയുക 4-5 കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് ആ വലിയ യൂണിറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടാവും. അത് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നും നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ടിക്ക് ചെയ്യുക. ഈ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഒരു 10 ടോപ്പിക്കോ ഒരു 10 യൂണിറ്റൊക്കെ നിങ്ങൾ എന്താ പറയുക കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയി. അതായത് ഇത് നമ്മളുടെ ബിയോണ്ട് അവർ റീച്ച് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പല കുട്ടികളുടെയും മെസ്സേജ് കാണുമ്പോൾ എനിക്കതാ മനസ്സിലാവുന്നത്. അതായത് ഇനി എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഇനി അതിനുള്ള സമയമുണ്ടോ എന്നുള്ള ഒരു വേവലാതി പല കുട്ടികൾക്കുണ്ട്. നിങ്ങൾ അതായത് ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾ അത്ര വറീഡ് ആവണ്ട. ഫിസിക്സ് വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അത് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം അതിൽ തന്നെ വരാൻ സാധ്യതയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇലക്ട്രിസിറ്റിയിലെ നെറ്റ്വർക്ക്സ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ഒക്കെ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വന്ന ചോദ്യങ്ങളുടെയൊക്കെ ഒരു ലെവൽ എന്താണ്, നിങ്ങളൊന്ന് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കൂ. ഇനിയിപ്പോൾ ഈ നീറ്റ് ഈവൻ JEE അഡ്വാൻസ്ഡിന് പോലും ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, അപ്പോൾ അടുത്ത കാലത്ത് ചോദിച്ചതെല്ലാം അങ്ങനെയുള്ള ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ള ഈ നെറ്റ്വർക്കിനകത്ത്. പക്ഷേ നിങ്ങളത് റെഗുലർ വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ആ ചെയ്യാനൊരു രസമാണ്, നമുക്ക് എന്താ പറയുക ആൻസർ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ ഇനി നിങ്ങൾ അത് മാത്രം നോക്കിയാൽ പോരാ. എക്സാമിന് വേണ്ടത് എന്താണോ അത് മാത്രം പഠിക്കുക, അറിയാത്ത കാര്യങ്ങൾ മാത്രം പഠിക്കുക. അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് സമയം കളയാതിരിക്കുക. കാരണം അറിയാത്ത കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ. ഓക്കെ, പിന്നെ ഇതിനകത്ത് കൈനറ്റിക് തിയറി വളരെ സിമ്പിളാണ്. ഈ കൈനറ്റിക് തിയറിയിൽ എന്താ ചോദിക്കാന്നറിയാം, RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പലപ്പോഴും ചോദിച്ചിരിക്കുന്നതാണ്. അതാണ് ചിലപ്പോൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു √T² എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അതല്ലെങ്കിൽ പിന്നെ ടെമ്പറേച്ചർ തന്നിട്ട്, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചാൽ അതാ ടെമ്പറേച്ചർ തന്നിട്ട് എന്താ പറയുക ഇത് 3 times ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാവും, അങ്ങനെയുള്ളത് ചോദിക്കും. പിന്നെ ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഈ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് കുറച്ച് എന്താ പറയുക വലിയ യൂണിറ്റ് ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിനകത്തും ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറുതാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെന്താണെന്നറിയോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് NCERT ബുക്കിൽ 2 ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണത്. അത് അത്യാവശ്യം സാധ്യതയുള്ളതാണ്. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക വിഷമമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല. അഥവാ കപ്പാസിറ്റർ നെറ്റ്വർക്ക് ഒക്കെ ഏത് കാലത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള നെറ്റ്വർക്ക് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിനൊന്നും നിങ്ങൾ വറീഡ് ആവുകയേ വേണ്ട. നിങ്ങളുടെ മനസ്സ് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോൾ പഠിക്കാൻ ശ്രമിച്ചിട്ട് മനസ്സ് മടുപ്പിക്കണ്ട. അത് ചോദിക്കും എന്ന് ഒരുറപ്പുമില്ല. മനസ്സിലായില്ലേ? ഒരു കാര്യം ചോദിക്കുന്ന ഒരു ഉറപ്പുമില്ല. അതായത് 100% വരുന്ന ഉറപ്പുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വിഷമിച്ചിട്ടാണെങ്കിലും പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നറിയുക, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആദ്യം പഠിക്കുക. നിങ്ങൾ കംഫർട്ടബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, പിന്നെ മാഗ്നറ്റിക്. ഈ കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അതിനകത്ത് വരുന്നത് സിമ്പിൾ നെറ്റ്വർക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചത് നിങ്ങൾ നോക്കൂ, സിമ്പിൾ നെറ്റ്വർക്കാണ്. അത് ശരിക്ക് നിങ്ങൾക്ക് എന്താ പറയുക 2-3 പോയിന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ മാഗ്നറ്റിക് ഇഫക്ട്സ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താ പറയുക കുറച്ച് വലിയ യൂണിറ്റ് ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിനകത്തും എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ആ കാര്യങ്ങൾ മാത്രം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ പരീക്ഷകൾ എഴുതി നോക്കുക. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് അത് തന്നെയാണ് നിങ്ങൾ അവിടെ പോയി എഴുതിയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 300 ആണെങ്കിൽ ഓർക്കുക, ആ 300 ആണ് നിങ്ങളിപ്പോൾ എഴുതിയാൽ കിട്ടാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് 500 ആണെങ്കിൽ 500 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 600 എങ്ങനെയെങ്കിലും ഈ സ്കോർ എല്ലാ ദിവസവും നിങ്ങൾ ഫുൾ ടോപ്പിക് ടെസ്റ്റ് എഴുതണം. എല്ലാ ദിവസവും ഫുൾ ടോപ്പിക് ടെസ്റ്റ് എഴുതിയിട്ട് അത് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നറിയോ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരീക്ഷകളെ മാത്രം കാത്തു നിൽക്കണ്ട. ഏതൊക്കെ സോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ അവിടെ നിന്നെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട്
നിങ്ങൾ എല്ലാ ദിവസവും പരീക്ഷ എഴുതണം, ഒരു പരീക്ഷയെങ്കിലും എല്ലാ ദിവസവും എഴുതണം. എന്നിട്ട് ഈ സ്കോറ് എന്ത് തന്നെയാണെങ്കിലും സ്കോറ് താഴോട്ട് പോകാൻ സമ്മതിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സ്കോർ വലിച്ച് നീട്ടി എങ്ങനെങ്കിലും ഒരു 650 മേലെ എത്തിക്കുക. 650 മേലെ എത്തിയിട്ട് പിന്നെ വലിച്ചു പിടിച്ച് നിന്നോളണം പരീക്ഷ കഴിയുന്നത് വരെ. അതിന് താഴോട്ട് പോകാൻ സമ്മതിക്കരുത്. ഈ പരീക്ഷ എല്ലാ ദിവസവും നിങ്ങൾ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുക. അത് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഇതിനകത്ത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒരു യൂണിറ്റാണ്. അതൊന്നും പഠിക്കാൻ ഒട്ടും സമയം വേണ്ട, ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ഓപ്റ്റിക്സ്, അത് നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം സമയം വേണം, പക്ഷേ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ തിയറി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിനകത്ത് ഇപ്പോഴെന്താണോ പലപ്പോഴും 2-3 ലെൻസിൻ്റെ കോമ്പിനേഷനൊക്കെ എന്താ പറയുക പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ഒപ്റ്റിക്സിൽ എന്താണെന്നറിയോ, പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട് അത് വിട്ട് കഴിഞ്ഞാൽ റാങ്ക് കൂടുന്നു. കാരണം എന്താണെന്ന് പറയുക, നെഗറ്റീവ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അത് പലപ്പോഴും ഈ സൈൻ കൺവെൻഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണെന്നോ സാധാരണ നമ്മൾ സൈൻ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്താൽ മതി. അത് പറഞ്ഞ് പഠിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ തെറ്റില്ല. കാരണം അതിനകത്ത് ഒരു സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയാസമുള്ള ഒരു കാര്യമില്ല. സാധാരണ നമ്മളെന്താ അങ്ങോട്ട് പോസിറ്റീവ് എടുക്കും, ഇങ്ങോട്ട് നെഗറ്റീവ് എടുക്കും, മേലോട്ട് പോസിറ്റീവ് എടുക്കും, താഴോട്ട് നെഗറ്റീവ്. അത് തന്നെയാണ് അവിടെ. അപ്പം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ്, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞ 3-4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് പഠിച്ച് കോംപ്ലക്സ് ആക്കുകയാണ്. അതിനൊന്നും നിൽക്കരുത്. മനസ്സിലായില്ലേ? അതായത് അവിടെ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, പിന്നെ അതിനകത്ത് എന്താണെന്നറിയോ, പിന്നെ ഉള്ളത് എന്താ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. അതിനകത്ത് 2-3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക്, അത് എപ്പോഴും എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക ഈ ഡീബ്രോയ് വേവ് ലെങ്ത്, ലീനിയർ മൊമെൻറ്റം, എനർജി, മനസ്സിലായില്ലേ? ആ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് നിങ്ങൾക്ക് അറിയാനുള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഐൻസ്റ്റൈൻസ് റിലേഷൻ, ഓക്കെ, പിന്നെ ഡീബ്രോയ് വേവ് ലെങ്ത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ടിക്ക് ചെയ്തിടുക. ഓക്കെ, പിന്നെ എന്താ പറയുക ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ വളരെ സിമ്പിളാണ്. ഓക്കെ, ഒരു യൂണിറ്റ് അതാണ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഈ ഇലക്ട്രോണിക് ഡിവൈസസിൽ സാധാരണ ചോദിക്കുന്നത് ഇപ്പം എന്താണെന്നറിയോ, ഈ ലോജിക് ഗേറ്റ്സിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ഒന്നും ചോദിക്കില്ല, വളരെ സിമ്പിളായിട്ടുള്ളേ ചോദിക്കുള്ളൂ. അതായത് ഇപ്പോൾ നോറോ, നാൻഡോ, പിന്നെ എന്താ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് ഗേറ്റ്, ഇത് സാധാരണ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ എന്താ ബേസിക് ഗേറ്റ്സ്, അതുപോലെ ട്രൂത്ത് ടേബിള്, പിന്നെ നമ്മളുടെ എന്താ സ്പെഷ്യൽ ഡയോഡ്സ്, ഫോട്ടോ ഡയോഡ്, പിന്നെ നമ്മളുടെ സിനർ ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് എക്സ്പെരിമെൻ്റൽ സ്കിൽസാണ്. ഈ എക്സ്പെരിമെൻ്റൽ സ്കിൽസ് നമ്മളെന്താണെന്നോ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കാനൊന്നുമില്ല. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതാണ്. അതിനകത്ത് നിങ്ങളെന്താ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ, നിങ്ങൾ എക്സാം മുന്നിൽ കണ്ട് എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രം ആദ്യം പഠിക്കുക. എല്ലാ ദിവസവും പരീക്ഷ എഴുതുക. അതായത് ഇപ്പോൾ എന്താ, ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് കിട്ടുമോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തോളൂ. പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവിടുന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സംഘടിപ്പിക്കുക, എവിടെ നിന്നാണെങ്കിലും. അതിൽ കുറേയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, ചിലതൊക്കെ എന്താ പറയുക നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചോദ്യ പേപ്പറുകളും ഉണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങൾ അത് പരമാവധി നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ പരീക്ഷകൾ എഴുതുക. നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറാണ് നിങ്ങൾ അവിടെ പോയി എഴുതിയാലും കിട്ടുക. അപ്പോൾ ആ സ്കോർ നിങ്ങൾ ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂ. താങ്ക് യു.